നാളെ ഇടവമാസം 1-ാം തീയതി. ഈ 7 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഇടവം 1-ന് കൈനീട്ടം ഈ നക്ഷത്ര ജാതകരിൽ നിന്നും വാങ്ങുക. ഈ നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക വീട്ടിൽ. ഈ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ ഇവരെ 1-ാം തീയതി കയറ്റുകയോ ചെയ്താൽ ഈ ഒരു മാസം മുഴുവൻ ധനലക്ഷ്മി നിങ്ങളെ വിട്ടുപോകില്ല. ജ്യോതിഷപരമായി ഈ 7 നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ധനം ഇവയൊക്കെ നിലനിൽക്കും. ഇടവമാസം കേരളത്തിൽ കാർഷിക വൃത്തിയുടെ തുടക്കമാണ്. മഴ വരുന്ന സമയം, പുതിയ ആരംഭത്തിൻ്റെ സമയം. ഇടവം 1-ന് കൈനീട്ടം വാങ്ങുന്നത് വെറുമൊരു ആചാരമല്ല. അത് ആ മാസം മുഴുവൻ ധനദേവതയുടെ അനുഗ്രഹം നിലനിർത്താനുള്ള വഴിയാണ്. പണ്ട് പഴയ കാലത്ത് രാജാക്കന്മാർ ഇടവം 1-ന് തൊഴിലാളികൾക്ക് കൈനീട്ടം കൊടുത്തിരുന്നു. അതിന് പിറകിൽ ഒരു ജ്യോതിഷ യുക്തിയുണ്ട്. ആ യുക്തി ഇന്ന് നിങ്ങൾക്കും ഉപയോഗിക്കാം. ഇടവം 1 എന്നത് വെറുമൊരു ദിവസമല്ല, സൂര്യൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം, അഗ്നിയുടെയും ഊർജത്തിൻ്റെയും കാലം. ഈ ദിവസം നിങ്ങൾ കൈനീട്ടം വാങ്ങുമ്പോൾ, അതായത് മുതിർന്നവരിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ആ ആശീർവാദത്തിന് മാസം മുഴുവൻ ശക്തിയുണ്ട്. പണം വരുന്ന വഴികൾ തുറക്കാൻ ആ ഒരു ദിവസം മതി. എന്നാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഇത് അത്ര നല്ലതല്ല. ചില നക്ഷത്ര ജാതകരിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു മാസക്കാലം ധനപരമായിട്ടുള്ള സകലവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും, സകലവിധ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിൽ 1-ാം തീയതി കയറുന്നോ അവിടെ സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും. ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ചു കിട്ടും. അങ്ങനെ 1-ാം തീയതി കയറാൻ പറ്റിയ, 1-ാം തീയതി കൈനീട്ടം വാങ്ങിയാൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ടുത്തരുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ തന്നെ നാളെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെയും പങ്കെടുപ്പിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. വീട്ടിൽ 1-ാം തീയതി കയറ്റാൻ നല്ല ഐശ്വര്യമുള്ള ഒരു നക്ഷത്രമുണ്ട്. ഇവർ 1-ാം തീയതി കയറിയാൽ ആ വീട്ടിൽ സർവ്വസമൃദ്ധിയാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. വീട്ടിൽ വഴക്കുണ്ടെങ്കിൽ ആ വഴക്കൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ കൊണ്ടുവരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വിനി ദേവതകളുടെ അനുഗ്രഹമുള്ള നക്ഷത്രം. ഇടവം 1-ന് കൈനീട്ടം വാങ്ങുമ്പോൾ ആരോഗ്യവും ധനലാഭവും ഒരുമിച്ച് വരും. ഇവരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നേട്ടമായിരിക്കും, ഭാഗ്യമായിരിക്കും, ഉയർച്ചയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം സ്വീകരിക്കുക. നമുക്കത് ഗുണം ചെയ്യും. ഈ ഒരു മാസക്കാലം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും, ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർ ഏതൊരു വീട്ടിൽ 1-ാം തീയതി കയറുന്നോ അവിടെയും സർവൈശ്വര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 1-ാം തീയതി കയറാൻ ഏറ്റവും അനുകൂലമായ ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ചാലോ ഇവർ 1-ാം തീയതി കയറിയാലോ നമുക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗണപതി ഭഗവാന് മോദക വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രം കാർത്തികേയൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. അപ്പോൾ കാർത്തികേയൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും. ഇടവം 1-ന് കൈനീട്ടം കാർത്തിക നക്ഷത്ര ജാതകരിൽ നിന്ന് വാങ്ങിയാൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും,
ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ജയിക്കാൻ കഴിയും. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നവർക്ക് അതിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ രീതിയിലും സർവൈശ്വര്യമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റിയാൽ. ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട്. അത് മറ്റെങ്ങുമല്ല, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. എന്ത് വഴിപാട്? പഞ്ചാമൃതം നടത്താം, അഭിഷേകം നടത്താം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുക. തീർച്ചയായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഇനി മുതൽ ഉയർച്ചയാണ്, ഭാഗ്യത്തിൻ്റെ സമയമാണ്. വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ ഇഷ്ടനക്ഷത്രമാണ്. ഭാഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും കാരകൻ. ഇടവം 1-ന് ഈ രോഹിണി നക്ഷത്ര ജാതകരിൽ നിന്നും നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ ഈ ഒരു 1-ാം തീയതി മുതൽ കഴിയും. അപ്പോൾ രോഹിണി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. അവരെ കഴിയുമെങ്കിൽ 1-ാം തീയതി കയറ്റുക. അതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ഇരട്ടിപ്പിക്കും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ വെണ്ണ നിവേദ്യം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും, ഉറപ്പാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. ജയത്തിൻ്റെയും വിജയത്തിൻ്റെയും നക്ഷത്രം. ഇടവം 1-ന് പുണർതം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയോ ഇവരെ നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുകയോ ചെയ്താൽ തീർച്ചയായും ശത്രുക്കൾ അകന്നുപോകും. കോടതി കേസുകൾ അനുകൂലമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വീട്ടിൽ നിറയും. ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട്. അത് മറ്റെങ്ങുമല്ല, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ വഴിപാടുകൾ നടത്തുക. തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ചുവന്ന മാല ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറും. എതിർ ശക്തികളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ഇത് സത്യമാണ്, ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെടും. ഈ 1-ാം തീയതി മുതൽ പുണർതം നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റണം. അത് നമുക്ക് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും, ഉറപ്പായ കാര്യമാണ്. ഇതുവരെ നമ്മൾ 4 നക്ഷത്രങ്ങളെ കേട്ടു. ഈ 4 നക്ഷത്രങ്ങളെ നമ്മൾ അറിഞ്ഞു. ഇനി വരുന്ന 3 നക്ഷത്രങ്ങളാണ് ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ. ഏറ്റവും അധികം ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. ഈ 3 നക്ഷത്രങ്ങളുടെയും ദേവതമാർ മഹാലക്ഷ്മിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 3 നക്ഷത്ര ജാതകർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. അതിനാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം എന്നത് സൂര്യൻ്റെ വംശത്തിലെ നക്ഷത്രമാണ്. രാജയോഗത്തിൻ്റെ സൂചന നിങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തം നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. അങ്ങനെ അത്തം നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച വന്നു ചേരും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ സാധിക്കും. അങ്ങനെ മഹാഭാഗ്യവും മഹാനേട്ടവും ഇവർക്ക് വന്നു ചേരും. പുതിയ പുതിയ അവസരങ്ങൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. വലിയൊരു നേട്ടമാണ്, വലിയൊരു ഉയർച്ചയാണ്. പോകേണ്ടതായ ക്ഷേത്രമുണ്ട്. സൂര്യക്ഷേത്രം, അതല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര അവിടെ അഭിഷേകം ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഉയർച്ച വന്നു ചേരും. കരിയറിൽ വലിയ അംഗീകാരമൊക്കെ ലഭിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം. ഈ ലിസ്റ്റിലെ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രം തിരുവോണമാണ്. തിരുവോണത്തിനാണ് ഏറ്റവും അധികം ഭാഗ്യമുള്ളത്. ഇടവം 1-ന് ഇവരിൽ നിന്നും തിരുവോണം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഏത് വീട്ടിലാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വലിയ ധനലാഭം വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ സർവൈശ്വര്യം നിറയും. രോഗദുരിതങ്ങൾ മാറിക്കിട്ടും. വീട്ടിൽ സമാധാനമുണ്ടാകും. സന്തോഷത്തിൻ്റെ നാളുകൾ വന്നു ചേരും. അങ്ങനെ സമ്പാദ്യം
വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ വരുമാനം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും വലിയൊരു നേട്ടവും വലിയൊരു ഭാഗ്യവും വലിയൊരു ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരും. ഞാൻ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ 1-ാം തീയതി തിരുവോണ നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക. ഭാഗ്യമാണ്, ഉറപ്പാണ്. പോകേണ്ട ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രമാണ്. അവിടെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ധനലക്ഷ്മി, മഹാലക്ഷ്മി നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ധൈര്യമായിട്ടിരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. യാത്രാഭാഗ്യവും വിദേശബന്ധവും കൈമാറുന്ന നക്ഷത്രം. ഇടവം 1-ന് രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടം, വലിയൊരു ഉയർച്ച വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ജോലിയിലൊക്കെ നല്ല ചാൻസ് ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ആ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. അപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരൊക്കെയും നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ, നല്ലൊരു ഉയർച്ച വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുക. രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നവഗ്രഹ പൂജ നടത്തുക. തീർച്ചയായും ഈ 1-ാം തീയതി മുതൽ, ഇടവം 1-ാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതം അനുകൂലമാകും. തീർച്ചയായും വലിയ ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം കേൾക്കണം. ഈ 7 നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുക. ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക. അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക. പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കൈനീട്ടം വാങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ കൊടുക്കുന്ന സമയത്തും. കൈനീട്ടം വാങ്ങുന്ന സമയത്ത് മനസ്സിൽ ധനലക്ഷ്മിയെ മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ കൈനീട്ടം കൊടുക്കുന്നവർ ഈ വലിയ തുകയ്ക്കകത്തൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങളൊരു ചെറിയ തുക മതി, അത് ജീവിതം മാറ്റിമറിക്കും. പക്ഷേ അത് മനസ്സ് വെച്ച് മനസ്സറിഞ്ഞു കൊടുക്കണം. ഭാഗ്യം പടിവാതുക്കൾ എത്തുമ്പോൾ അത് നിലനിർത്താൻ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതും ശ്രദ്ധിക്കണം. ഈ 7 നക്ഷത്ര ജാതകർ ഇടവം 1-ന് കൈനീട്ടമൊക്കെ വാങ്ങി, അതുപോലെ തന്നെ കൈനീട്ടമൊക്കെ കൊടുത്ത് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വഴിപാടൊക്കെ ചെയ്താൽ ഇനി വരുന്നത് കോടീശ്വര യോഗത്തിൻ്റെ നാളുകൾ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഇത് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉറപ്പാണ്.